ഹലോ IC ഇലക്ട്രോണിക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് DFT ആണ്, ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം. ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൻ്റെ ആദ്യത്തെ ടോപ്പിക്കാണ് DFT എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നത് ഡിജിറ്റൽ സിഗ്നൽസിനെ കുറിച്ചാണ്. നമ്മൾ DSPയിൽ പ്രോസസ്സ് ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നൽസ് ആണല്ലോ. അപ്പം ആ ഡിജിറ്റൽ സിഗ്നൽസിനെ നമ്മൾ എങ്ങനെയൊക്കെ പ്രോസസ്സ് ചെയ്യുന്നതാണ് നമ്മൾ DSPയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക് അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് DFT ആണ്. DFT എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ ബേസ്ഡ് ഒരു എലാബറേറ്റഡ് മെത്തേഡും ഉണ്ട്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് മെത്തേഡും ഉണ്ട്. ഒരു 2 മിനിറ്റ്സിൽ നമുക്ക് എക്സാമിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 4 മാർക്സിനൊക്കെ ആണെങ്കിൽ നമുക്ക് എലാബറേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 2 മെത്തേഡ്സുമാണ്. അപ്പോൾ DFT എന്ന് പറയുന്നത് ഞാൻ പറയാമല്ലോ ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ട്രാൻസ്ഫോംസ് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഒരു സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളൊരു ആക്സിസ് വെച്ച് കഴിഞ്ഞാൽ ടൈം ഒരു ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡ് Y ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇത് X ആക്സിസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു സിമ്പിൾ സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 2 ആക്സിസിൽ, ഒന്ന് ടൈമാണ്, ഒന്ന് ആംപ്ലിറ്റ്യൂഡാണ്. അപ്പോൾ ഇതിൽ ടൈം എന്ന് പറയുന്നത് സിഗ്നലിൻ്റെ ഡൊമൈനാണ്. പല ഡൊമൈൻസ് ഉണ്ട്. ഫ്രീക്വൻസി ഉണ്ട്, അതുപോലെ തന്നെ S ഡൊമൈൻ ഉണ്ട്, ദെൻ Z ഡൊമൈൻ ഉണ്ട്, അതുപോലെ തന്നെ വേവ്ലെറ്റ് ഡൊമൈൻ ഉണ്ട്. ഇങ്ങനെ പല ഡൊമൈൻസ് ഉണ്ട്. ടൈം, ഫ്രീക്വൻസി, വേവ്ലെറ്റ്, S, Z, അങ്ങനെ പല 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 ഡൊമൈൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു ഡൊമൈനാണ് ഫോറിയർ ഡൊമൈൻ. ഇതെല്ലാം പല ഡൊമൈൻസ് ആണ്. നമുക്ക് സിഗ്നൽസിനെ ഒരു ഡൊമൈനിൽ നിന്ന് വേറൊരു ഡൊമൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് അല്ലെങ്കിൽ ടൂൾസിനെയാണ് നമ്മൾ ട്രാൻസ്ഫോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സിഗ്നലിനെ ഒരു ഡൊമൈനിൽ നിന്ന് വേറൊരു ഡൊമൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസാണ്. അപ്പം അതുപോലെ ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ആണ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം. അപ്പം അത് എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഒരു സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ഫോറിയർ സീരീസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമാണ്. അപ്പോൾ നമ്മൾ DFTയുടെ ഹിസ്റ്ററി പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഫോറിയർ സീരീസ് തൊട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഫോറിയർ സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫൈനൈറ്റ് സീരീസാണ്. അപ്പം ആ ഇൻഫൈനൈറ്റ് സീരീസ് ഡിസ്ക്രീറ്റൈസ് ചെയ്ത ഒരു വേർഷനാണ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം. നമുക്കറിയാം ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനത്തെയുള്ള സിഗ്നൽസ് ആണ്? ഡിസ്ക്രീറ്റ് ഇൻ ടൈം ആൻഡ് ക്വാണ്ടൈസ്ഡ് ഇൻ ആംപ്ലിറ്റ്യൂഡ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്തവർ നമ്മുടെ പ്രീവിയസ് വീഡിയോ തീർച്ചയായിട്ടും കാണണം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിഗ്നൽസിൻ്റെ, അതായത് ഡിസ്ക്രീറ്റ് സിഗ്നൽസിൻ്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നൽസിൻ്റെ ഫോറിയർ റെപ്രസെൻറ്റേഷൻ നമ്മൾ ചെയ്യുന്നതാണ് ഡിസ്ക്രീറ്റ് ഫോറിയർ സീരീസ്. അങ്ങനെ സിഗ്നൽസിനെ ഡിസ്ക്രീറ്റ് ഫോറിയർ സീരീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസാണ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം. അപ്പോൾ നമ്മൾ സിഗ്നൽസിനെ ടൈം ഡൊമൈനിൽ നിന്ന് ഏത് ഡൊമൈനിലേക്കാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഡിസ്ക്രീറ്റ് ഫോറിയർ സീരീസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് DFT. നമ്മൾ ശരിക്കും ഇവിടെ ചെയ്യുന്നത് ടൈം ഡൊമൈനിൽ നിന്ന് ഫോറിയർ സീരീസിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ സിഗ്നൽ ഡിസ്ക്രീറ്റൈസ്ഡ് സിഗ്നൽ ആയതുകൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഡിസ്ക്രീറ്റ് ഫോറിയർ സീരീസ് ആയിട്ടായിരിക്കും. അപ്പോൾ അതാണ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫോറിയർ സീരീസിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാനുണ്ട് അല്ലെങ്കിൽ പറയാനുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ്ലി ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷനിലേക്കാണ് പോകുന്നത്. അതൊരു വളരെ സിമ്പിൾ ഇക്വേഷനാണ്. ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ഫോറിയർ സീരീസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 2 മെത്തേഡ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഒരു എലാബറേറ്റഡ് മെത്തേഡാണ്. ഒരു essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതല്ല ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ അത്രയും എലാബറേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ മെത്തേഡും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് DFT ഇക്വേഷൻ
പരിചയപ്പെടാൻ പറയുന്നത് എന്താണെന്ന് നോക്കാം. DFT ഇക്വേഷൻ പറയുന്നത് എക്സ് ഓഫ് കെ, സാധാരണ കേസിൽ ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സ് ഓഫ് കെ ഈക്വൽ ടു സിഗ്മ n is equal to 0 to n minus 1 x of n, ഇവിടെ സാധാരണ കേസിൽ സ്മോൾ ലെറ്റർ എക്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2 പൈ ക്യാപിറ്റൽ കെ ഇൻ സ്മോൾ എൻ ബൈ ക്യാപിറ്റൽ എൻ. അപ്പം ഇതാണ് DFT കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇതിനകത്ത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ n എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. n എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് യുവർ ഇൻപുട്ട് സീക്വൻസ്, ലെങ്ത് ഓഫ് ഇൻപുട്ട് ആണ് n എന്ന് പറയുന്നത്. നമ്മുടെ ഇൻപുട്ട് സീക്വൻസ് നമ്മൾ കൊടുക്കുന്ന ഒരു ഡിജിറ്റൽ സിഗ്നൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഡിജിറ്റൽ സിഗ്നലിൻ്റെ ലെങ്ത് ആണ് ക്യാപിറ്റൽ ലെറ്റർ n എന്ന് പറയുന്നത്. ഇനി വേറെ രണ്ട് വേരിയബിൾസ് ഉള്ളത്, ഒന്ന് സ്മോൾ എന്നും ക്യാപിറ്റൽ ലെറ്റർ കെയുമാണ്. ഈ രണ്ടും വേരീസ് ഫ്രം 0 to ക്യാപിറ്റൽ n മൈനസ് 1. അതായത് ലെങ്ത് എത്രയുണ്ടോ അത്രയും ടൈം ഈ എന്നും കെയും വേരി ചെയ്യുന്നു. 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് n മൈനസ് 1 വരെയാണ് ഈ വാല്യൂസ് വേരി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ട് വേരിയബിൾസ് ആണ്. ഇനി ഈ എക്സ് ഓഫ് കെ എന്ന് പറയുന്നത് നിങ്ങളുടെ DFT സീക്വൻസ് ആണ്. ആൻഡ് ഈ സ്മോൾ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻപുട്ട് സീക്വൻസ് ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇ റേസ് ടു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. ഇ റേസ് ടു എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ടേം ആണ്. അതുപോലെ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് വേരിയബിൾ ആണ്. ദെൻ ബാക്കിയെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് 2 പൈ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ DFT ഇക്വേഷനിലുള്ളത്. DFT ഇക്വേഷൻ പഠിക്കാൻ സിമ്പിളാണ്. എക്സ് ഓഫ് കെ ഈക്വൽ ടു സിഗ്മ സ്മോൾ ലെറ്റർ n ഈക്വൽ ടു 0 ടു ക്യാപിറ്റൽ n മൈനസ് 1 എക്സ് ഓഫ് n ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2 പൈ കെ എൻ ബൈ ക്യാപിറ്റൽ n. ഇവിടെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, ഒന്ന് എക്സ് ഓഫ് n എന്ന് പറഞ്ഞ ഇൻപുട്ടാണ്, ക്യാപിറ്റൽ n എന്ന് പറയുന്നത് ആ ഇൻപുട്ടിൻ്റെ ലെങ്ത് ആണ്. ഇപ്പം 4 ലെങ്ത് ഉള്ള സീക്വൻസ് ആണെങ്കിൽ ക്യാപിറ്റൽ n എന്ന് പറയുന്നത് 4 ആയിരിക്കും. അതുപോലെ തന്നെ ഈ സ്മോൾ n ആൻഡ് k വേരീസ് ഫ്രം 0 to n മൈനസ് 1 വിച്ച് ഇസ് 3. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ DFT ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. സീക്വൻസ് ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് എക്സ് ഓഫ് n ഈക്വൽ ടു സെറ്റ് 1 1 0 0. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻപുട്ട് സീക്വൻസ്. ഈ സീക്വൻസ് നമുക്ക് കൈ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്തുനിന്ന് ഇതിൻ്റെ n എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. n എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇതിനകത്ത് എത്ര ഇൻപുട്ട് വേരിയബിൾസ് അല്ലെങ്കിൽ വാല്യൂസ് ഉണ്ടെന്ന് എണ്ണി നോക്കാം. ക്യാപിറ്റൽ N ഈക്വൽ ടു 1 2 3 4. n ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഫൈൻഡ് ദ DFT ഓഫ് ദ ഇൻപുട്ട് സീക്വൻസ് ഓർ ദ സീക്വൻസ് എക്സ് ഓഫ് n ഈക്വൽ ടു സെറ്റ് 1 1 0 0. ഇത്രയും മാത്രമേ ക്വസ്റ്റ്യനിൽ കാണത്തുള്ളൂ. അപ്പോൾ n എല്ലാം നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി വേറെ ജോലിയൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ്ലി DFT ഇക്വേഷനിലേക്ക് ഈ ഇൻപുട്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ നമുക്ക് റിസൾട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എക്സ് ഓഫ് കെ ദി ജനറൽ ഇക്വേഷൻ എഴുതാൻ പോവാണ്. എക്സ് ഓഫ് കെ ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 ടു n മൈനസ് 1 എക്സ് ഓഫ് n ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2 പൈ കെ എൻ ബൈ ക്യാപിറ്റൽ എൻ. ഇപ്പോഴും നമ്മൾ ഈ ഇക്വേഷൻസ് ഒക്കെ എഴുതുമ്പോൾ കെയും എന്നും ഒക്കെ ക്യാപിറ്റൽ ആണോ സ്മോൾ ആണോ അതിനനുസരിച്ച് എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. കെ നമ്മൾ ക്യാപിറ്റലാണ്, ഈ ലെങ്ത് ഓഫ് സീക്വൻസും ക്യാപിറ്റലാണ്. n എന്ന് പറഞ്ഞ വേരിയബിൾ സ്മോൾ ആയിട്ടാണ് സാധാരണ കേസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിതിനകത്ത് എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഇൻപുട്ടാണ്, അത് 4 ആണ്. സോ സിഗ്മ സ്മോൾ n ഈക്വൽ ടു 0 ടു n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. ദെൻ എക്സ് ഓഫ് n ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ 2 പൈ കെ എൻ ബൈ ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 4. ഇവിടെ വെച്ചാൽ നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാം. 2/4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ reduced form of equation sigma n equal to 0 to 3
x of n e raised to minus j pi k n by 2. ഇതാണ് നിങ്ങളുടെ റെഡ്യൂസ്ഡ് ഫോം ഓഫ് ഇക്വേഷൻ. ഇനി ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് കെയുടെ വാല്യൂ വേരി ചെയ്യണം ഫ്രം 0 to n-1 which is 3 ആൻഡ് എന്നിൻ്റെ വാല്യൂ വേരി ചെയ്യണം ഫ്രം 0 to 3. ഇപ്പം ഞാനിവിടെ റെഡ്യൂസ് ചെയ്ത ഇക്വേഷൻ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ആദ്യം കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. 0 നമുക്ക് അറിയാം കെ വേരീസ് ഫ്രം 0 to n-1 which is 3 ആൻഡ് n വേരീസ് ഫ്രം 0 to n-3, അതും 3 വരെ വേരി ചെയ്യും. അപ്പം നമുക്ക് ആദ്യം കെയുടെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എക്സ് ഓഫ് 0 ഈക്വൽ ടു സിഗ്മ n ഈസ് ഈക്വൽ ടു 0 to 3 എക്സ് ഓഫ് n ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 2 കെ ഇൻറ്റു കെയുടെ വാല്യൂ ഇവിടെ 0 ആണ്, 0 ഇൻറ്റു n എന്ന് വരും. അപ്പോൾ ഇക്വേഷൻ ഒന്നുകൂടെ റെഡ്യൂസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ സിഗ്മ n ഈക്വൽ ടു 0 to 3 x of n into e raised to minus j pi by 2 0 into n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e raised to 0 ആണ്, which is 1. So നമുക്ക് കിട്ടും x of 0 equal to sigma n equal to 0 to 3 x of n. x of n ഞാൻ സൈഡിൽ ഒന്നുകൂടെ എഴുതാം. x of n equal to അത് നമ്മുടെ ഇൻപുട്ട് സീക്വൻസ് ആണ് സെറ്റ് 1 1 0 0. ഇത് എന്ന് പറയുന്നത് എക്സ് ഓഫ് എന്നിൻ്റെ സമ്മേഷനാണ് ഫ്രം n ഈക്വൽ ടു 0 to 3. അപ്പോൾ എന്നിൻ്റെ വാല്യൂസ് അതിൻ്റെ ടൈം പോയിൻറ്റ്സ് 0 1 2 ആൻഡ് 3 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഓഫ് 0 പ്ലസ് എക്സ് ഓഫ് 1 പ്ലസ് എക്സ് ഓഫ് 2 പ്ലസ് എക്സ് ഓഫ് 3 എന്നാണ്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എക്സ് ഓഫ് 0 ഇസ് 1 പ്ലസ് എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് പിന്നെ 1 ആണ്, എക്സ് ഓഫ് 2 0 പ്ലസ് എക്സ് ഓഫ് 3 0. സോ റിസൾട്ട് ഇസ് 2 എന്ന് വരും. അപ്പോൾ ഫസ്റ്റ് ഡി എഫ് ടി പോയിന്റ് ദാറ്റ് ഈസ് എക്സ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 2. അടുത്തത് നമുക്ക് എക്സ് ഓഫ് 1 കണ്ടുപിടിക്കാം. സോ കെയുടെ വാല്യൂ നമ്മൾ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ കെ ഈസ് 1. എക്സ് ഓഫ് 1 equal to sigma അടുത്ത നമ്മൾ k is equal to 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സോ എക്സ് ഓഫ് 1 equal to sigma n is equal to 0 to 3 x of n into e raised to minus j pi by 2 into n into 1 എന്ന് വരും. ഇവിടെ കെയുടെ വാല്യൂ നമ്മൾ രണ്ട് പോയിന്റിലും 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഈ ഇക്വേഷനെ ഒന്നുകൂടെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ n ഈക്വൽ ടു 0 to 3 എക്സ് ഓഫ് n ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 2 n എന്ന് വരും. ഇവിടെ n വേരീസ് ഫ്രം 0 to 3 ആണ്. അപ്പോൾ ഈ ഇക്വേഷനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എക്സ് ഓഫ് ആദ്യം എന്നിൻ്റെ വാല്യൂ 0 ആണ്, എക്സ് ഓഫ് 0 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 2 ഇൻറ്റു 0 പ്ലസ് എക്സ് ഓഫ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 2 ഇൻറ്റു 1 പ്ലസ് എക്സ് ഓഫ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 2 ഇൻറ്റു 2 പ്ലസ് എക്സ് ഓഫ് 3 ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 2 ഇൻറ്റു 3. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇ റേസ് ടു മൈനസ് ജെ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് ജെ സൈൻ തീറ്റ. അപ്പം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. 0 ഇൻറ്റു കോസ് ഇവിടെ ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 2 ഇൻറ്റു 0 ആണ്. സോ അതിൻ്റെ വാല്യൂ ഇ റേസ് ടു മൈനസ് 0 എന്ന് തന്നെ വരും. ദാറ്റ് ഇസ് 1 ഇൻറ്റു 1 പ്ലസ് എക്സ് ഓഫ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 2 എന്ന് പറയുന്നത് കോസ് പൈ ബൈ 2 മൈനസ് ജെ സൈൻ പൈ ബൈ 2 ഇങ്ങനെയാണ് വരുന്നത്. പ്ലസ് എക്സ് ഓഫ് 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 2 ഇൻറ്റു 2. ഈ 2 ക്യാൻസൽ ആവും. സോ ഇ റേസ് ടു മൈനസ് ജെ പൈ എന്നാണ് വരുന്നത്. സോ എക്സ് ഓഫ് 2 ഇൻറ്റു
e raised to minus j pi expand ചെയ്ത് കഴിഞ്ഞാൽ cos pi minus j sin pi എന്ന് വരും. പ്ലസ് നാലാമത്തെ ടേം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് ഓഫ് 3 ഇൻറ്റു ഇവിടെ വരുന്നത് e raised to minus j 3 pi by 2 എന്നാണ്. സോ അത് cos 3 pi by 2 മൈനസ് j ഇൻറ്റു സൈൻ 3 pi by 2 എന്നാണ് വരുന്നത്. ഇനി ഇതിനകത്തേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. cos pi by 2 എന്ന് പറയുന്നത് 0 ആണ്, സൈൻ pi by 2 1 ആണ്, അതുപോലെ തന്നെ cos 3 pi by 2 0 ആണ്, സൈൻ 3 pi by 2 -1 ആണ്, cos pi എന്ന് പറഞ്ഞാൽ -1 ആണ്, സൈൻ pi എന്ന് പറഞ്ഞാൽ 0 ആണ്. ഈ വാല്യൂസ് എല്ലാം നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് എക്സ് ഓഫ് 0 ഇൻറ്റു 1 ദാറ്റ് ഇസ് എക്സ് ഓഫ് 0 പ്ലസ് എക്സ് ഓഫ് 1 ഇൻറ്റു cos pi by 2 എന്ന് പറഞ്ഞാൽ 0 ആണ്, ദെൻ മൈനസ് ജെ ഇൻറ്റു സൈൻ pi by 2 എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് എക്സ് ഓഫ് 2 ഇൻറ്റു താഴേക്ക് ഇടാം എക്സ് ഓഫ് 2 ഇൻറ്റു cos pi എന്ന് പറഞ്ഞാൽ -1 ആണ്, സൈൻ pi എന്ന് പറഞ്ഞാൽ 0 ആണ്, പ്ലസ് എക്സ് ഓഫ് 3 ഇൻറ്റു cos 3 pi by 2 എന്ന് പറഞ്ഞാൽ അഗെയിൻ 0 ആണ്, സൈൻ 3 pi by 2 എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ മൈനസ് ഓഫ് മൈനസ്, ഈ മൈനസും ഈ മൈനസ് ഇതിനകത്തുനിന്ന് വരുന്ന -1 വന്നാൽ പ്ലസ് ആവും, പ്ലസ് ജെ വരും. ഓക്കെ, ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഓഫ് 0 പ്ലസ് എക്സ് ഓഫ് 1 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എക്സ് 0 ആണ്, എക്സ് ഓഫ് 1 ഇൻറ്റു മൈനസ് ജെ എന്ന് പറഞ്ഞാൽ മൈനസ് ജെ ഇൻറ്റു എക്സ് ഓഫ് 1 പ്ലസ് എക്സ് ഓഫ് 2 ഇൻറ്റു -1 പ്ലസ് ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ജെ ഇൻറ്റു എക്സ് ഓഫ് 3 എന്ന് വരും. ഇങ്ങനെ അതിൻ്റെ വാല്യൂ നമുക്ക് എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് സെറ്റ് 1 1 0 0 ആണ്. അപ്പോൾ 1 മൈനസ് ജെ ഇൻറ്റു 1 പ്ലസ് എക്സ് ഓഫ് 2 എന്ന് പറയുന്നത് 0 ആണ്, എക്സ് ഓഫ് 3 എന്ന് പറയുന്നതും 0 ആണ്. സോ നമുക്ക് ആൻസർ 1 മൈനസ് ജെ എന്ന് വരും. സോ എക്സ് ഓഫ് 1ന്റെ വാല്യൂ ആണ് 1 മൈനസ് ജെ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഓരോ DFT പോയിന്റ്സും കാൽക്കുലേറ്റ്. അടുത്ത പോയിന്റ് എക്സ് ഓഫ് 2 ആണ്. എക്സ് ഓഫ് 2 എന്ന് പറയുമ്പോൾ കെയുടെ വാല്യൂ ഇവിടെ 2 ആണ്. സോ കെ ഈസ് 2 ആൻഡ് ഇവിടെ n വേരീസ് ഫ്രം 0 to 3 ആണ്. സോ ഇതിന്റെ റിസൾട്ട് കിട്ടുന്നത് നമുക്ക് 0 ആണ്. ദെൻ എക്സ് ഓഫ് 3 എന്ന് പറയുന്നത് ഇവിടെ കെയുടെ വാല്യൂ x of 2 is equal to x of 2ന്റെ റിസൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെയുടെ വാല്യൂ ഈസ് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്നിന്റെ വാല്യൂ വേരീസ് ഫ്രം 0 to 3. ഇതിന്റെ റിസൾട്ട് നമുക്ക് 0 എന്നാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ x of 3ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി k ഈസ് 3 ആൻഡ് n വേരീസ് ഫ്രം 0 to 3. ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 1 പ്ലസ് ജെ എന്നാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ സീക്വൻസ് വരുന്നത് എക്സ് ഓഫ് കെ ഈക്വൽ ടു സെറ്റ് 2 1 മൈനസ് ജെ 0 ആൻഡ് 1 പ്ലസ് ജെ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് കെയുടെ വാല്യൂ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ആ ഇക്വേഷനിലെ എന്നിന്റെ വാല്യൂവിനെ വേരി ചെയ്തു ഫ്രം 0 to 3. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് DFT കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് DFT മെട്രിക്സ് ആണ്. DFT മെട്രിക്സ് ഫോർ എ 4-point സീക്വൻസ്. DFT മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു 4-point സീക്വൻസിന്റെ ഇങ്ങനെയാണുള്ളത്. എളുപ്പമാണ്, ഇത് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മുകളിലത്തെ 4 റോസ്, മുകളിലത്തെ ഒരു റോ 4 കോളം 1 ആണ്, താഴത്തേതും 1 ആണ്, 3 4. ഇനി ഈ ഒരു പോയിന്റിൽ മൈനസ് ജെ ആണ്, ഈ പോയിന്റിൽ മൈനസ് ജെ ആണ്. ഈ പോയിന്റ് ജെ പ്ലസ് ജെ പ്ലസ് ജെ, നടുക്ക് 1 ആണ്. ബാക്കി റിമൈനിങ് പോയിന്റ്സ് എല്ലാം -1 ആണ്. ഇതാണ് DFT മെട്രിക്സ് ഫോർ എ 4-point ഇൻപുട്ട്. അപ്പോൾ നിങ്ങളോട് എക്സാമിന് 4-point സീക്വൻസിന്റെ DFT കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇക്വേഷൻ യൂസ് ചെയ്ത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ മെട്രിക്സ് അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് DFT കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നേരത്തെ നമ്മൾ യൂസ് ചെയ്ത അതേ സീക്വൻസിന്റെ DFT ഈ മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് ഒന്ന് നോക്കാം.
അപ്പോൾ ഞാനിവിടെ എക്സ് ഓഫ് എൻ എഴുതിയിട്ടുണ്ട് 1 1 0 0 ആണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യം എൻ്റെ DFT മെട്രിക്സ് എഴുതാൻ പോവാണ്. 3 4 minus j j j 1 minus 1 minus 1 minus 1 minus 1. അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഇൻപുട്ട് സീക്വൻസിനെ ഒരു കോളം മെട്രിക്സ് ആയിട്ട് ഞാനിവിടെ എഴുതാൻ പോവാം. 1 1 0 0. ഇനി റിസൾട്ട് കിട്ടാൻ വേറെ ഒന്നും ചെയ്യേണ്ട, സിംപ്ലി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മാത്രം ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കല്ലോ. ഈ കോളം ഈ റോ ഇൻറ്റു ഈ കോളം, ദാറ്റ് ഈസ് 1 into 1. നമുക്ക് എഗെയിൻ വരുന്നത് ഒരു കോളം മെട്രിക്സ് ആണ്. 1 into 1 is 1 plus 1 into 1 again 1 ആണ്. ബാക്കി രണ്ട് പോയിന്റ്സ് into 0 0 ആണ്. സോ plus 0 plus 0. So the result is 2. So first point correct ആയിട്ട് കിട്ടി. Then second point is 1 into 1 which is 1. Then minus j into 1. So minus j. ബാക്കി രണ്ട് പോയിന്റ്സ് again 0 ആണ്. So plus 0 plus 0. So result is 1 minus j. ഇനി ഓക്കെ, അടുത്തായിട്ട് മൂന്നാമത്തെ റോ ചെയ്യാൻ പോവാണ്. So 1 into 1 is 1. Then minus 1 into 1 is minus 1. Then plus 0 plus 0. That is 0. അടുത്തായിട്ട് 1 into 1, that is 1. Then j into 1, that is j. So plus j. Then ബാക്കി രണ്ട് പോയിന്റ്സ് 0 ആണ്. So plus 0 plus 0. That is 1 plus j. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തപ്പോഴും സെയിം വാല്യൂ തന്നെയാണ് വന്നത്. നേരത്തെ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തപ്പോഴും വന്നത് 2 1 minus j 0 and 1 plus j എന്ന് തന്നെയായിരുന്നു. അപ്പം അതൊരു ലോങ് മെത്തേഡാണ്. അപ്പോൾ നമുക്കത് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ DFT കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരും ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ടൈം കൺസ്യൂമിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് 4 പോയിന്റ് സീക്വൻസിൻ്റെ DFT കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ 8 പോയിന്റിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു 8 പോയിന്റ് DFT മെട്രിക്സ് ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. DFTയുടെ ഐഡന്റിറ്റി പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ആ മെട്രിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇങ്ങനെ 4 പോയിന്റിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കിയത്. അതുപോലെ തന്നെ മിക്ക എക്സാമിനും 4 പോയിന്റ് DFT തന്നെയായിരിക്കും ചോദിക്കുന്നത്. 2 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് DFT കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് DFT എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ്. DSP എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന സബ്ജക്റ്റിൽ ആദ്യത്തെ ടോപ്പിക്കാണ് DFT എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് DFT എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഷെയർ ചെയ്യണം. ആൻഡ് ഓൾസോ ഡു സബ്സ്ക്രൈബ് ടു ദ ചാനൽ. താങ്ക് യു.